ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആസ്ട്രോ ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ട് ഏത് ഇവൻ്റാണ് വരാൻ പോകുന്നത് കൺഫേം ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു കൊളാബറേഷനെ കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് അടിപൊളിയുള്ള ഒരു കൊളാബറേഷനാണ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇനി അടുത്തായിട്ട് എലീറ്റ് പാസിൻ്റെ ഡിസ്കൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ ഒന്നും കൂടി ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബ്ലൂ ഫിസ്റ്റ് അല്ലെങ്കിൽ ഹെയർ സ്റ്റോൺ ഫിസ്റ്റിൻ്റെ ഇവൻറ്റിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നുണ്ട്. സോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് ഓളിലേക്ക് സെറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണ്, പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളിലേക്ക് സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഒട്ടും സമയങ്ങളത് വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന ടോപ്പ് ഇവന്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമ്മുടെ റൊണാൾഡോ ക്രോണോ ക്യാരക്ടറിൻ്റെ ടോപ്പ് ഇവൻ്റാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇത് കൺഫേം ആയിരുന്നു. ഞാനാണെങ്കിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം കുറേ കൂട്ടുകാർ ഫോളോ ചെയ്യുന്നില്ലെന്നറിയാം. എന്തായാലും അതിൻ്റെ ലിങ്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ആൻഡ് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വെളിയിലത്തെ ഒരു സെർവറിൽ ഇതുപോലത്തെ ഒരു ഇവൻ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസം 2 സെർവേഴ്സിൽ ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ബ്ലൂ ഫിസ്റ്റിൻ്റെ. സോ എന്തായാലും ഫസ്റ്റ് ഇവൻ്റ് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും തന്നെ പരിചിതമായിട്ടുള്ളൊരു ഇവൻ്റാണ്. നമ്മുടെ ഗെയിമിലേക്ക് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ സ്പിൻ ചെയ്യണം. സ്പിൻ ചെയ്തതിന് ശേഷം ഒരു ടോക്കൺ കളക്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് 5 ടോക്കൺ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റിവാർഡ്സും ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും മേളിലത്തെ, അതായത് നമ്മുടെ ഗ്രാൻഡ് പ്രൈസ് ജയിക്കാനായിട്ട് നിങ്ങൾ 5 ടോക്കൺസ് കളക്ട് ചെയ്യണം. ആൻഡ് ഒരുപാട് ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവൻ്റാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കിച്ചാൽ നമ്മുടെ ബ്രസീലിയൻ സെർവറിൽ വന്നിരിക്കുന്ന ഒരു ഇവൻ്റാണ്. ആൻഡ് സെയിം ടൈപ്പ് ഇവൻറ്റ് തന്നെയാണ്, ജസ്റ്റ് ആ ഒരു ടോക്കണും ഇൻ്റർഫേസും ഒപ്പം തന്നെ ബണ്ടിലും മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു ഇവൻറ്റ് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ് ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് എങ്ങനത്തെ ഒരു ഇവൻറ്റ് കൂടിയാണ് വരാൻ പോകുന്നത്, വരുന്ന ദിവസങ്ങളിൽ കൺഫേം ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തേക്കുക. ഇപ്പോൾ 1-2 ഇവൻറ്റ്സ് എൻ്റെ മൈൻഡിലുണ്ട്, ബട്ട് അതെന്തായാലും ഞാൻ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തേക്കുക. പിന്നെ ചിലപ്പോൾ അടുത്തായിട്ട് ഈ ഒരു ഇവൻ്റ് ആയിരിക്കും വരാൻ സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഡൗട്ടുണ്ട്. എന്തായാലും ഡൗട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കൺഫേം ഒന്നും പറയുന്നില്ല. വെയിറ്റ് ചെയ്തേക്കുക. നാളത്തെ വീഡിയോ കൂടി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺഫേം ആയിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഇവൻ്റാണ്. ആൻഡ് ഈ ഒരു ഇവൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് 95% കൺഫേംഡ് ആണ് എന്നെങ്കിൽ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവൻ്റ് ആയിരിക്കും മിക്കവാറും നമുക്ക് അടുത്തത് അല്ലെങ്കിൽ അടുത്ത ഇവൻ്റായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടി വരുന്ന ഈ ഒരു റിവാർഡ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സിയാസോയുടെ ജേഴ്സിയും ഒപ്പം തന്നെ സിയാസോയുടെ ആ ഒരു അടിപൊളിയുടെ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇമോട്ടും നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ കൂടി ആയിരിക്കും കിട്ടുന്ന. ആ ഒരു കാര്യം ഇവിടെ അറിഞ്ഞു വെച്ചേക്കുക. ആൻഡ് ഈ ഒരു ഇവൻറ്റ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടിപൊളിയുള്ളൊരു ഇവൻ്റാണ്. ആൻഡ് എലീറ്റ് പാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബട്ട് എലീറ്റ് പാസിനെ കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എലീറ്റ് പാസിൻ്റെ ഡിസ്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡിസ്കൗണ്ട് ഇവൻറ്റ് ഈ ഒരു മാസം അവസാനത്തോടെ വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇവൻറ്റ് മിസ്റ്ററി ഷോപ്പോ അല്ലെങ്കിൽ ഫുഡ് ട്രക്ക് ഇവൻറ്റോ അല്ലെങ്കിൽ മറ്റേതൊരു ഒരു ഇവൻ്റ് ആയിരിക്കും. അതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എലീറ്റ് പാസിനെ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ എലീറ്റ് പാസ് ഡിസ്കൗണ്ടിനെ കുറിച്ച് കൺഫേം ആയിട്ട് ഒന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനില്ല. ബട്ട് ഒരു കാര്യം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യുക. ഒരു ലാസ്റ്റ് 6 ദിവസം വരെ ഒരു വെയിറ്റ് ചെയ്യുക. അതായത് ഈ ഒരു മാസം തീരാനായിട്ടുള്ള 6 ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷവും എലീറ്റ് പാസ് ഡിസ്കൗണ്ട് വന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുന്ന എലീറ്റ് പാസ് നിങ്ങൾ പർച്ചേസ് ചെയ്തോളാം. അതിനുശേഷം ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റും വരത്തില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് റോയലാണ്. ആൻഡ് അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ എന്ന് വെച്ചാൽ നമ്മുടെ അവഞ്ച് ഫുൾ ലെത്തർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഡയമണ്ട് റോയലിൻ്റെ ഫീമെയിൽ ബണ്ടിലായിരിക്കും അടുത്തായിട്ട് നമുക്ക് ഡയമണ്ട് റോയൽ വരുന്നത്. ആൻഡ് കൺഫേം ആണ് എല്ലാ കൂട്ടുകാർക്കും, അതായത് കുറേയധികം കൂട്ടുകാർക്ക് തന്നെ ഈ ഒരു കാര്യം അറിയായിരിക്കും. ആൻഡ് എൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ആദ്യം നമുക്കൊരു മെയിൽ ബണ്ടിൽ ഡയമണ്ട് റോയൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അതിൻ്റെ തന്നെ തീമിലുള്ള ഫീമെയിൽ ബണ്ടിലായിരിക്കും വരാൻ പോകുന്നത്, തിരിച്ച് വൈസ് വേഴ്സ. ഓക്കെ, ആ ഒരു കാര്യോടെ അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കിച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ, അതായത് ഗരേന ഫ്രീ ഫയറും ഒപ്പം തന്നെ നമ്മുടെ തായ്ലൻഡിലെ ഒരു വലിയ DJയുമായിട്ട് ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. ആൻഡ് അതിൽ കൂടി തന്നെ നമുക്ക് കുറച്ചധികം ഐറ്റംസും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ കൂടി തന്നെ വരുന്ന ഒരു മെയിൽ ബണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊരു 5 പാർട്ടായിട്ടുള്ളൊരു ബണ്ടിലാണ്. അതായത് നമുക്കാണെങ്കിൽ ഹെയർ വരുന്നുണ്ട്, ഗ്ലാസസ് വരുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു ഡ്രസ്സ് വരുന്നുണ്ട്, പാൻറ് വരുന്നുണ്ട്, ഷൂസ് വരുന്നുണ്ട്. സോ 5 പാർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ബണ്ടിലായിരിക്കും അടുത്തായിട്ട് ഈ ഒരു കൊളാബറേഷൻ കൂടി നമുക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു കൊളാബറേഷൻ ഓൾമോസ്റ്റ് നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ കൊളാബറേഷൻ പോലെ തന്നെയാണ്. അതായത് ജസ്റ്റ് തായ്ലൻഡ് സെർവറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കൊളാബറേഷൻ വരുന്നത്. ബിക്കോസ് തായ്ലൻഡിലെ ഒരു വലിയ DJ ആണ് ഈ ഒരാൾ. ഓക്കെ, ബട്ട് ഈ ഒരു ബണ്ടിലും ഒപ്പം തന്നെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്കും വരുന്നതാണ് എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ കൂടിയാണ്. ആൻഡ് ഈ ഒരു പുള്ളിയുടെ പേര് എന്ന് വെച്ചാൽ ടു പി സൗത്ത് സൈഡ് എന്നാണ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്ക്രീൻ കാണുകയും ആൻഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു വലിയ DJ ആണ്, ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്കും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുകയും ആൻഡ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ആൻഡ് ഈ ഒരു ബണ്ടിൽ മിക്കവാറും ഒരു വെബ് ഇവൻറ്റിൽ കൂടെ ആയിരിക്കും വരുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ ഒരു സെയിം കോൺസെപ്റ്റുള്ള ബണ്ടിൽസ് ഇപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ ഫ്രീ ഫയറിൽ ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടിരിക്കുന്നു. ഡിസൈൻ ടീമിന് ഒരു പുതിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ